ഹലോ ഫ്രണ്ട്സ്, നമ്മളെല്ലാവരും ഒരു ജീനിയസ് ആയിട്ടിരുന്ന് ഒരുപാട് ഇൻവെൻഷൻസ് ക്രിയേറ്റ് ചെയ്ത് അതിന് പാറ്റേൺ റൈറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ലൈഫ് മുഴുവൻ റിച്ച് ആയിട്ടും സക്സസ്ഫുൾ ആയിട്ടും ഇരിക്കുമെന്ന് വിചാരിക്കും. നമ്മളിൽ ഒരുപാട് ആളുകൾ ഗ്രേറ്റ് ഇൻവെന്റർ നിക്കോളാസ് ടെസ്ലയും ഇതുപോലെ ആയിരിക്കുമെന്ന് വിചാരിച്ചിട്ടുണ്ടാകും. എന്നാൽ നിക്കോളാസ് ടെസ്ല ഒരു ജീനിയസ് ആയിട്ടിരുന്ന് അദ്ദേഹത്തിന്റെ ലൈഫ് ടൈമിൽ ലോകത്തെ മാറ്റുന്ന തരത്തിൽ ഇലക്ട്രിസിറ്റിയിൽ അദ്ദേഹത്തിന്റെ വർക്ക് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും അദ്ദേഹം 300-ന് മുകളിൽ പാറ്റൻസ് ഉള്ള സക്സസ്ഫുൾ ഇൻവെസ്റ്റർ ആണെങ്കിലും അദ്ദേഹത്തിന്റെ അവസാന കാലങ്ങളിൽ ന്യൂയോർക്കർ എന്ന ഒരു ഹോട്ടൽ റൂമിൽ 9 കൊല്ലം ഒറ്റയ്ക്ക് ജീവിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ അടുത്ത് പണം ഇല്ലാത്തത് കൊണ്ട് ഒരുപാട് വർഷത്തിന് പാലും ബിസ്ക്കറ്റും മാത്രമായിരുന്നു അദ്ദേഹം കഴിച്ചിരുന്നത്. പിന്നെ 7th January 1943 അതേ ഹോട്ടൽ റൂമിൽ അദ്ദേഹം മരിക്കുകയും ചെയ്തു. ഇത് കേട്ടതിന് ശേഷം നിങ്ങളിൽ ഒരുപാട് പേർക്ക് നിക്കോളാസ് ടെസ്ലയെ പോലെ ഒരു ഗ്രേറ്റ് ഇൻവെന്റർക്ക് എങ്ങനെയാണ് ഈ അവസ്ഥ വന്നതെന്ന് ആലോചിക്കുന്നുണ്ടാകും. സോ ഇപ്പൊ നമുക്ക് അദ്ദേഹത്തിന്റെ ബയോഗ്രഫി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ലെറ്റ്സ് സ്റ്റാർട്ട്. നിക്കോളാസ് ടെസ്ല 10th July 1856 ക്രൊയേഷ്യയിലാണ് ജനിച്ചത്. ടെസ്ലയുടെ ഫാദർ ചർച്ചിൽ ഒരു പ്രീസ്റ്റ് ആയിരുന്നു. അദ്ദേഹത്തിന് ഒരു ബ്രദറും 3 സിസ്റ്റേഴ്സും ഉണ്ടായിരുന്നു. ചെറുപ്പത്തിൽ ടെസ്ല അദ്ദേഹത്തിന്റെ ബ്രദർ ഡെയിന്റെ കൂടെ മീൻ പിടിക്കുക, ഗെയിംസ് കളിക്കുക, ഇതുപോലെ വളരെ ഹാപ്പി ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ടെസ്ലയ്ക്ക് 7 വയസ്സായപ്പോഴേക്കും അദ്ദേഹത്തിന്റെ ബ്രദർ കുതിരയിൽ നിന്നും വീണ് മരിച്ചുപോയി. അതിനുശേഷം അദ്ദേഹത്തിന്റെ വീട്ടിലുള്ള എല്ലാവരും വിഷമത്തിലായി. കുറച്ചു കാലങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ അച്ഛന് ഗോസ്പിക് എന്നൊരു സിറ്റിയിലേക്ക് ട്രാൻസ്ഫർ കിട്ടി. സോ ടെസ്ലയും ആ നാട്ടിലുള്ള ഒരു സ്കൂളിൽ പഠിക്കാൻ തുടങ്ങി. അദ്ദേഹം സ്കൂളിൽ ഭയങ്കര ഇന്റലിജന്റ് ആയിരുന്നു. 9 ലാംഗ്വേജസ് പഠിച്ചിട്ടുണ്ട്. എല്ലാ സബ്ജക്ട്സിലും എപ്പോഴും ടോപ്പർ ആയിരുന്നു. അദ്ദേഹം സ്കൂൾ കംപ്ലീറ്റ് ചെയ്ത് വീട്ടിലേക്ക് വന്നതും അദ്ദേഹത്തിന് കോളറ ഡിസീസ് പിടിക്കപ്പെട്ടു. അത് കാരണം അദ്ദേഹം മരണപ്പെടുന്ന സാഹചര്യം വരെ വന്നു. ടെസ്ലയുടെ ഫാദർ ടെസ്ല മരിക്കാൻ സാധ്യത കൂടുതലായതുകൊണ്ട് അവനെ ചിയറപ്പ് ചെയ്യാൻ വേണ്ടി, നിന്നെ ഞാൻ പ്രീസ്റ്റ് ഒന്നും ആക്കില്ല, നിനക്ക് ഇഷ്ടമുള്ളതുപോലെ നിനക്ക് എന്താണോ ആകേണ്ടത് അതിനുവേണ്ടി വർക്ക് ചെയ്തോ എന്ന് പറഞ്ഞു. അതിനുശേഷം ടെസ്ല കോളറയിൽ നിന്നും സർവൈവ് ആയി ഓസ്ട്രിയയിൽ പോളിടെക്നിക് പഠിക്കാൻ തുടങ്ങി. അദ്ദേഹം പോളിടെക്നിക്കിൽ പഠിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കോളേജിൽ നടന്ന ഒരു ലെക്ചറിൽ അദ്ദേഹത്തിന് ഒരു ലൈഫ് ചേഞ്ചിങ് എക്സ്പീരിയൻസ് കിട്ടി. അദ്ദേഹത്തിന്റെ ഫിസിക്സ് പ്രൊഫസർ DC കറന്റിൽ ഓപ്പറേറ്റ് ആകുന്ന ഡയനാമോ അദ്ദേഹത്തെ കാണിച്ചു. എന്നാൽ ടെസ്ല ഇത് AC കറന്റിൽ ചെയ്താൽ ഇനിയും എഫക്റ്റീവ് ആയിരിക്കുമല്ലോ എന്ന് അദ്ദേഹത്തെ ക്വസ്റ്റ്യൻ ചെയ്തു. അതിന് അദ്ദേഹത്തിന്റെ പ്രൊഫസേഴ്സ് ആ DC ഡൈനാമോയിലുള്ള കമ്മ്യൂട്ടേറ്റർ റിമൂവ് ചെയ്ത് AC കറന്റിൽ ഇത് വർക്ക് ആകില്ലെന്ന് അദ്ദേഹത്തിന് പ്രൂവ് ചെയ്ത് കാണിച്ചു കൊടുത്തു. ഈ ഇവന്റ് അദ്ദേഹത്തിന് കുറച്ച് ഇൻസൾട്ടിങ് ആയതുകൊണ്ട് അദ്ദേഹത്തിന്റെ ലൈഫ് മുഴുവനായിട്ട് AC കറന്റിലാണ് അദ്ദേഹം ഒരുപാട് ഗ്രേറ്റ് ഇൻവെൻഷൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. എന്നാൽ കോളേജിൽ പഠിക്കുമ്പോൾ അദ്ദേഹം ഗാംബ്ലിംഗിൽ ഇൻവോൾവ് ആയതുകൊണ്ട് അദ്ദേഹത്തിന് പഠിപ്പിൽ കോൺസെൻട്രേഷൻ ഇല്ലാതെ കോളേജ് ഡ്രോപ്പ് ഔട്ട് ചെയ്യേണ്ടി വന്നു. അദ്ദേഹത്തിന്റെ ഫാദർ മരിച്ചതിന് ശേഷം ബുഡാപെസ്റ്റിൽ ഒരു അമേരിക്കൻ ടെലിഫോൺ എക്സ്ചേഞ്ചിൽ ജോലി ചെയ്യാൻ തുടങ്ങി. അവിടെ അദ്ദേഹം വലിയ വലിയ പോസ്റ്റിലൊക്കെ കയറി ഫോൺ ലൈൻസ് ശരിയാക്കും. ടെസ്ല ഇമാജിനേഷൻ ആൻഡ് വിഷ്വലൈസേഷനിൽ വളരെ പവർഫുൾ ആയിരുന്നു. അദ്ദേഹം ജസ്റ്റ് ഒരു പാർക്കിൽ നടക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ മൈൻഡിൽ ഒരു മെഷീനിലുള്ള എല്ലാ പാർട്സും അദ്ദേഹം വിഷ്വലൈസ് ചെയ്യും. ഇങ്ങനെ ഒരിക്കൽ ആലോചിക്കുമ്പോഴാണ് അദ്ദേഹം റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിച്ചത്. ഈ കോൺസെപ്റ്റ് എന്തായാലും എല്ലാ മെക്കാനിക്കൽ ആൻഡ് ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സിനും അറിയുമായിരിക്കും. ഇതേ സമയം തോമസ് എഡിസൺ ഒരു സക്സസ്ഫുൾ ബിസിനസ്മാൻ ആയിരുന്നു. അദ്ദേഹം അമേരിക്കയിലും യൂറോപ്പിലും പണക്കാരുടെ വീട്ടിൽ DC കറന്റിൽ ഓപ്പറേറ്റ് ആകുന്നത് പോലെ ഇലക്ട്രിക്കൽ ലാംപ്സ് പ്രൊവൈഡ് ചെയ്ത് അതിലൂടെ അദ്ദേഹം ഒരുപാട് പണം സമ്പാദിച്ചു. ഒരു തവണ ഒരു ലബോറട്ടറിയിൽ എഡിസണും ടെസ്ലയും മീറ്റ് ചെയ്തു. എഡിസൺ ടെസ്ലയ്ക്ക് ഒരു ജോബ് ഓഫറും കൊടുത്തു. ഈ സമയം ടെസ്ല ഒരു സക്സസ്ഫുൾ AC ഇൻഡക്ഷൻ മോട്ടോർ ക്രിയേറ്റ് ചെയ്തിരുന്നു. ഈ മോട്ടോഴ്സ് അദ്ദേഹം എഡിസന് സെല്ല് ചെയ്യാമെന്ന് വിചാരിച്ചു. എന്നാൽ എഡിസൺ അത് റിജക്ട് ചെയ്ത് AC ഇൻഡക്ഷൻ മോട്ടോഴ്സ് ഒന്നും വേണ്ട, എന്റെ DC മോട്ടോഴ്സ് ഇനിയും എഫക്റ്റീവ് ആക്കി കാണിക്കാൻ പറഞ്ഞു. എന്റെ DC മോട്ടോഴ്സ് നീ എഫക്റ്റീവ് ആക്കി മാറ്റി തന്നാൽ നിനക്ക് $50,000 തരാമെന്നും പറഞ്ഞു. ഇത് കേട്ടതും ടെസ്ല ഹാർഡ് വർക്ക് ചെയ്ത് ആ DC മോട്ടോഴ്സിന്റെ ഡിസൈൻ കൂടുതൽ എഫിഷ്യന്റ് ആക്കി മാറ്റി. ടെസ്ല വർക്ക് തീർത്തിട്ട് എഡിസണോട് പണം ചോദിച്ചപ്പോ, നീ അത് സീരിയസ് ആയിട്ട് എടുത്തോ, അതൊരു അമേരിക്കൻ ജോക്കായിരുന്നെന്നാണ് എഡിസൺ പറഞ്ഞത്. എഡിസൺ അങ്ങനെ പറഞ്ഞത് ടെസ്ലക്ക് ഭയങ്കര ബാഡ് ആയിട്ട് ഫീൽ ചെയ്തു. അദ്ദേഹത്തിന്റെ കമ്പനിയിൽ നിന്നും റിസൈൻ ചെയ്തു. ടെസ്ലയുടെ ഈ സിറ്റുവേഷൻ മനസ്സിലാക്കി ന്യൂജേഴ്സിയിലുള്ള 2 ബിസിനസ്മാൻസ് വീണ്ടും അവരുടെ അഡ്വാൻറ്റേജസിന് ടെസ്ലയെ യൂസ് ചെയ്തു. അവർ ടെസ്ലയോട്, നിങ്ങൾ ഞങ്ങളുടെ ലൈറ്റിംഗ് മാനുഫാക്ചറിംഗ് പ്രോജക്റ്റിൽ ഹെൽപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ഞങ്ങളുടെ കമ്പനിയുടെ ഷെയർസ് തരാമെന്ന് ഓഫർ ചെയ്തു. എന്നാൽ ടെസ്ലക്ക് ഷെയർസ് വേണ്ട, എനിക്ക് എന്റെ AC മോട്ടോഴ്സ് ഡെവലപ്പ് ചെയ്യാൻ ഇൻവെസ്റ്റ് ചെയ്യാനെന്ന് പറഞ്ഞത്. അത് ആ 2 ബിസിനസ്മാൻസും ആക്സെപ്റ്റും ചെയ്തു. ടെസ്ല കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് അവരുടെ കമ്പനിക്ക് ആർക്ക് ലൈറ്റിന്റെ പ്രൊഡക്ട്സ് റെഡിയാക്കി കൊടുത്തു. അതിനെക്കുറിച്ച് ഒരുപാട് ന്യൂസ് പേപ്പേഴ്സിലെ ആർട്ടിക്കിളും വന്നു. പ്രാക്ടിക്കലായിട്ട് അത് ഒരുപാട് ആളുകളും യൂസ് ചെയ്യാൻ തുടങ്ങി.
എന്നാൽ ഈ ആർക്ക് ലൈറ്റ് പ്രൊജക്ട് തീർന്നതും ടെസ്ലയെ ആ കമ്പനിയിൽ നിന്നും പുറത്താക്കി. അതുകൊണ്ട് തന്നെ ടെസ്ല ഫിനാൻഷ്യലായിട്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിയിരുന്നു. ടെസ്ല അദ്ദേഹത്തിന്റെ ഇൻവെൻഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നതിൽ ഫോക്കസ്ഡ് ആയിട്ടിരിക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിന്റെ ഫിനാൻഷ്യൽ ലൈഫ് അത്രക്ക് അദ്ദേഹം സെക്യൂർ ചെയ്തിരുന്നില്ല. ഈ കാരണം കൊണ്ട് തന്നെ അദ്ദേഹം കൺസ്ട്രക്ഷൻ സൈറ്റിൽ മണ്ണെടുക്കുന്ന ജോലി വരെ ചെയ്തിട്ടുണ്ട്. അവിടെ ജോലി ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ സൂപ്പർവൈസർ ആൽഫ്രഡ് ബ്രൗൺ എന്ന ഒരു ചീഫ് എഞ്ചിനീയറെ മീറ്റ് ചെയ്യാനുള്ള ചാൻസ് കൊടുത്തു. ബ്രൗണ് ടെസ്ലയുടെ ആർക്ലൈറ്റിനെ പറ്റി മാഗസിനിലൊക്കെ വായിച്ചതുകൊണ്ട് അവർ തമ്മിലുള്ള കോൺവെർസേഷൻസ് കുറച്ച് ഈസി ആയിട്ട് മൂവ് ആയി. ബ്രൗണ് നിങ്ങളുടെ വർക്കിന് ഫണ്ടിങ് കിട്ടാൻ ചാൾസ് ബെക്ക് എന്നൊരു ഇൻവെസ്റ്ററെ ഇംപ്രസ് ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞു. നിങ്ങൾ അദ്ദേഹത്തെ ഇംപ്രസ് ചെയ്താൽ നിങ്ങൾക്ക് അദ്ദേഹം തരുന്ന ഫണ്ടിങ്ങിലൂടെ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ കഴിയുമെന്നും പറഞ്ഞു. ടെസ്ല ചാൾസ് ബെക്കിനെ മീറ്റ് ചെയ്ത് അദ്ദേഹത്തിന്റെ ഇൻവെൻഷൻസിന്റെ എക്സ്പെരിമെന്റ്സ് എല്ലാം കാണിച്ച് അദ്ദേഹത്തെ ഇംപ്രസും ചെയ്തു. അതിനുശേഷം അദ്ദേഹത്തിന്റെ ഫണ്ടിങ് യൂസ് ചെയ്ത് ടെസ്ല ഒരു ഇലക്ട്രിക് കമ്പനിയും സ്റ്റാർട്ട് ചെയ്തു. അദ്ദേഹം ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം ഒരുപാട് ഇൻവെൻഷൻസ് ചെയ്ത് ഓൾട്ടർനേറ്റീവ് കറന്റിൽ ഒരു മാസ്റ്റർ ആയിട്ട് മാറി. 1888 ന്യൂ ആൾട്ടർനേറ്റീവ് കറന്റ് എന്ന് അദ്ദേഹം കൊടുത്ത ഒരു സ്പീച്ചിൽ ഇലക്ട്രിസിറ്റിയെ നമ്മൾ ലൈറ്റ്സിന് മാത്രം യൂസ് ചെയ്യാതെ അതർ അപ്ലയൻസസും ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് ഓപ്പറേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. ഇത് കണ്ടതിന് ശേഷം വെസ്റ്റിംഗ്ഹൗസ് എന്ന ഒരു കമ്പനിയുടെ ഇൻവെസ്റ്റർ ടെസ്ല ഭാവിയിൽ ഒരുപാട് ഇൻവെൻഷൻസ് ക്രിയേറ്റ് ചെയ്യുമെന്ന് മനസ്സിലാക്കി അദ്ദേഹത്തിന് ഫണ്ടിങ് തരാം, സ്റ്റോക്ക് ഓപ്ഷൻസ് തരാം, റോയാലിറ്റി തരാമെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ കമ്പനിയുടെ എഞ്ചിനീയേഴ്സുമായിട്ട് ചേർന്ന് വർക്ക് ചെയ്യാൻ പറഞ്ഞു. ടെസ്ലയും ഇത് ആക്സെപ്റ്റ് ചെയ്തു. വെസ്റ്റിംഗ്ഹൗസുമായി ചേർന്ന് AC കറന്റിൽ അദ്ദേഹത്തിന്റെ വർക്ക് കണ്ടിന്യൂ ചെയ്യാൻ തുടങ്ങി. AC കറന്റിൽ വർക്കാകുന്ന മെഷീൻസ് ആൻഡ് ടെക്നോളജീസിന്റെ ഗ്രോത്ത് കണ്ട് എഡിസന് ദേഷ്യം വരാൻ തുടങ്ങി. കാരണം അദ്ദേഹത്തിന്റെ കമ്പനിയിൽ DC കറന്റും അതിൽ ഓപ്പറേറ്റ് ആകുന്ന എക്യുപ്മെന്റ്സും ആയിരുന്നു അദ്ദേഹം പ്രൊവൈഡ് ചെയ്തിരുന്നത്. ഇവരുടെ ഗ്രോത്ത് എങ്ങനെയെങ്കിലും സ്റ്റോപ്പ് ചെയ്യണമെന്ന് പറഞ്ഞ് എഡിസൺ AC കറന്റിൽ ഓപ്പറേറ്റ് ആകുന്ന ഒരു ഇലക്ട്രിക് ചെയർ ക്രിയേറ്റ് ചെയ്തു. ഈ ഇലക്ട്രിക് ചെയർ യൂസ് ചെയ്ത് തൂക്കിക്കൊല്ലാൻ വിധിച്ച ഒരു കുറ്റവാളിയെ AC കറന്റിൽ ഓപ്പറേറ്റ് ആകുന്ന ചെയർ യൂസ് ചെയ്ത് അയാളുടെ ഡെത്ത് സെന്റൻസ് നടപ്പിലാക്കി. ഇങ്ങനെ ചെയ്ത് AC കറന്റ് ഡേഞ്ചർ ആണെന്ന് അദ്ദേഹം മാർക്കറ്റിംഗ് ചെയ്യാൻ തുടങ്ങി. അതുമാത്രമല്ല, കുതിര, ആന, നായ പോലെയുള്ള മൃഗങ്ങളെ പിടിച്ച് ആ മൃഗങ്ങൾക്ക് കറന്റ് പാസ് ചെയ്ത് ഇങ്ങനെ ഓൾട്ടർനേറ്റീവ് കറന്റ് മനുഷ്യന്റെയോ മൃഗങ്ങളുടെയോ മേലെ തട്ടിയാൽ അത് മരിച്ചു പോകുമെന്നും അദ്ദേഹം ഡെമോൺസ്ട്രേറ്റ് ചെയ്തു. ഇങ്ങനെ AC കറന്റിന്റെ ഗ്രോത്ത് സ്റ്റോപ്പ് ചെയ്യാൻ എഡിസൺ ടെസ്ലയ്ക്ക് അഗേൻസ്റ്റ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. ഇതൊക്കെ ചെയ്താലും ടെസ്ല ഒരുപാട് ഇൻവെൻഷൻസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. എന്നാൽ അദ്ദേഹം ഇൻവെൻഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നതിൽ ഫോക്കസ്ഡ് ആയിട്ടിരുന്നത് കൊണ്ട് ഒരുപാട് ഇൻവെൻഷൻസിന് പാറ്റന്റ് പോലും ചെയ്തിരുന്നില്ല. ഉദാഹരണത്തിന് റേഡിയോയുടെ ഇൻവെൻഷൻ ഈ ലോകത്തേക്ക് മാർക്കോണിയാണ് ഫസ്റ്റ് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചത്. അതിന് അദ്ദേഹത്തിന് നോബൽ പ്രൈസും കിട്ടിയിട്ടുണ്ട്. എന്നാൽ ആ റേഡിയോയിലുള്ള മെജോറിറ്റി ഓഫ് പാർട്സും ടെസ്ലയുടെ ഇൻവെൻഷൻസിൽ നിന്നുള്ളതാണ്. എന്നാൽ അദ്ദേഹം അത് പാറ്റന്റ് ചെയ്യാതിരുന്നത് കൊണ്ട് അദ്ദേഹം മരിച്ചതിന് ശേഷമാണ് അതിന്റെ ക്രെഡിറ്റ്സ് അദ്ദേഹത്തിന് കിട്ടിയത്. അദ്ദേഹം റേഡിയോ വേവ്സ് വയർലെസ് ആയിട്ട് സെൻഡ് ചെയ്യുന്നതിന് പകരം ഇലക്ട്രിസിറ്റിയെ വയർലെസ് ആയിട്ട് സെൻഡ് ചെയ്യാനാണ് ട്രൈ ചെയ്തിരുന്നത്. എന്നാൽ എല്ലാ ഇൻവെസ്റ്റേഴ്സിനും റേഡിയോ ടെക്നോളജിയിലാണ് നമുക്ക് കൂടുതൽ പണം സമ്പാദിക്കാൻ കഴിയുക എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് അദ്ദേഹത്തിന് ഫണ്ടിങ് ചെയ്യുന്നത് കുറച്ചായിട്ട് നിർത്താൻ തുടങ്ങി. അതുകൊണ്ട് അദ്ദേഹം വീണ്ടും പണമില്ലാത്ത അവസ്ഥയിലേക്ക് വന്നു. അദ്ദേഹത്തിന്റെ അവസാന കാലം ആ ഹോട്ടൽ മുറിയിൽ സ്പെൻഡ് ചെയ്ത് മരിച്ചും പോയി. ടെസ്ല ഇത്രയും ബ്രില്യന്റ് ആയിട്ടിരുന്ന് ഒരുപാട് ഇൻവെൻഷൻസ് കണ്ടുപിടിച്ച് ഈ വേൾഡിനെ ചേഞ്ച് ചെയ്താൽ അദ്ദേഹത്തിന് ഫിനാൻഷ്യൽ ആൻഡ് ലീഗൽ നോളജ് ഇല്ലാത്തത് കൊണ്ട് ഒരുപാട് ആളുകൾ അദ്ദേഹത്തെ യൂസ് ചെയ്തു. ഇക്കാരണം കൊണ്ടാണ് ടെസ്ല അത്രയും ലേറ്റ് ആണെങ്കിലും അദ്ദേഹം മരിച്ചതിന് ശേഷമാണ് അദ്ദേഹത്തിന് കിട്ടേണ്ട റെക്കഗ്നേഷൻ എല്ലാം കിട്ടിയത്. സോ നിങ്ങൾ സയൻസ് ആൻഡ് ടെക്നോളജിയെ കുറിച്ച് ക്യൂരിയസ് ആയിട്ടുള്ള ആളാണെങ്കിൽ ടെസ്ലയുടെ ലൈഫ് ഒരു ലെസൺ ആയിട്ട് എടുത്ത് നിങ്ങളുടെ ക്രിയേറ്റീവ് പ്രൊഡക്ട്സ് ആൻഡ് ഇൻവെൻഷൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത് എങ്ങനെ ലീഗലായും ഫിനാൻഷ്യലായും നിങ്ങളുടെ അഡ്വാൻറ്റേജിനെ യൂസ് ചെയ്യാമെന്ന് കൂടെ മനസ്സിലാക്കുക. കാരണം അപ്പോഴാണ് ചില കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ നിങ്ങളുടെ ലൈഫ് ഡെഡിക്കേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ എക്സ്റ്റേണൽ ഫണ്ടിങ്ങിൽ മാത്രം ഡിപ്പെൻഡ് ആകാതെ ഫിനാൻഷ്യലായിട്ട് സെക്യൂർഡുമായിരിക്കും. കാരണം ഫിനാൻഷ്യൽ ഫ്രീഡം ഇല്ലാത്തത് വരെ നമുക്ക് റിയൽ ഫ്രീഡം കിട്ടില്ല. സോ നിങ്ങൾ ഏത് ഫീൽഡിൽ വർക്ക് ചെയ്താലും നിങ്ങളുടെ ഫിനാൻഷ്യൽ ആൻഡ് ബിസിനസ് നോളജ് സ്ട്രോങ് ആയിട്ടിരുന്നാൽ ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ ഈ ലോകത്തിന് നിങ്ങൾക്ക് എന്തെല്ലാം ചെയ്യണമെന്ന് വിചാരിക്കുന്നോ അതെല്ലാം ചെയ്യാൻ കഴിയും. സോ ഈ മെസ്സേജ് എപ്പോഴും നിങ്ങളുടെ മൈൻഡിൽ വെക്കുക. ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം വിസാർഡ് ദ ലൈഫ് ആൻഡ് ടൈം ഓഫ് നിക്കോള ടെസ്ല എന്ന ബുക്കിൽ നിന്നാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ഫാൻസിന് ഈ വീഡിയോ ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. ചാനലിൽ അടുത്ത് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടി. ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള അത്ര യൂസ്ഫുൾ വീഡിയോസ് ഇവിടെ ക്ലിക്ക് ചെയ്ത് കാണുക. താങ്ക് യു ഫോർ വാച്ചിങ്.